മലപ്പുറം അത് എന്തുകൊണ്ടായിരിക്കും മലപ്പുറത്ത് അങ്ങനെ അത്രയും വലിയൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ലെവലിലുള്ള കോമഡി അല്ല, ഇവരെ വായേന്ന് വരുന്നത് വിചാരിക്കുന്ന ലെവലിലുള്ള കാര്യങ്ങളായിരിക്കും. ഫുട്ബോൾ എൻജോയ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്താന്നുള്ളത് അതൊരു ഫുട്ബോളിനെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു ജില്ല വേറെ ഒന്നും ചെയ്യാൻ നാണമില്ല, കഴിവുണ്ടെങ്കിൽ ഈ കഴിവിലോ കഴിവുകേടിലോ ഇതൊന്നുമല്ല, അതൊരു പ്രത്യേകതരം യൂണിവേഴ്സ് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. വേൾഡ് കപ്പ് ആയിട്ട് ഫുട്ബോൾ ചലഞ്ച് അങ്ങനെ ഒരു ചലഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്ന് വെച്ചാൽ നമ്മള് ഈ പാവപ്പെട്ട ആളുകൾ ഉണ്ടാവില്ല, അവർക്ക് കുറച്ച് സാധനങ്ങൾ അരിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ട് കൊടുക്കുക. അത് അവരെ ഫേസ് ഒന്നും കാണിക്കണ്ട, അതൊരു ഇനിഷ്യേറ്റീവ് ആണ്. അതിപ്പോ കുറച്ച് പേര് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് വരണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം എന്ന് വെച്ചാൽ ഫുട്ബോൾ എൻജോയ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്താന്നുള്ളത് അതൊരു നല്ല കാര്യമാണ്. അപ്പൊ ഞങ്ങൾക്ക് അത് വന്നിട്ടുണ്ട്. അപ്പോ അടുത്ത ദിവസം ഞങ്ങളത് ചെയ്യും. അപ്പൊ അങ്ങനെ ഓഡിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള താല്പര്യമുള്ളവരെല്ലാവരും അത് ചെയ്യാം. എന്ന് വെച്ചാൽ നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരണം ഫുട്ബോളുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതെ അതെ, അത് എന്തോ ജേഴ്സി കൊടുക്കുന്നു, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു, കവറും കൊണ്ട് നടക്കുന്നത് ഞാൻ കാണാറുണ്ട്. പിന്നെ എവിടെയാണ് കൊടുക്കാറുള്ളത്? അതിന് ഓർത്തോറൂരാണ് കൂടുതൽ സമയം എപ്പോഴാണെന്ന്. ഇനിയിപ്പോ നിലവില് എല്ലായിടത്തും പോകുന്നുണ്ട്. ഇപ്പൊ എറണാകുളം, കൊടുങ്ങല്ലൂരൊക്കെ ചെല്ലാൻ നമ്മളെ ഇടുമ്പോ കമന്റിലുണ്ട്. അതെ, മറ്റേ നായരമ്പലത്ത് വാ, മറ്റേ ഇവിടെ വാന്നൊക്കെയുള്ള രീതിയിൽ. മലപ്പുറം അത് എന്തുകൊണ്ടായിരിക്കും മലപ്പുറത്ത് അങ്ങനെ അത്രയും വലിയൊരു ഈ ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോ ഫസ്റ്റ് കേരളത്തിൽ കണ്ടുപോകണം മലപ്പുറത്തേക്കാണ്. അതെന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് എല്ലാം ഫുട്ബോളാണ്. എന്നുവെച്ചാൽ ഫുട്ബോളിനെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു ജില്ല വേറെ നമുക്ക് പറയാൻ പറ്റുമെങ്കിലും അവരാണ്. എന്നുവെച്ചാൽ ഇപ്പൊ ഞങ്ങളുടെ ഓഡിയൻസ് കൂടുതലും മലപ്പുറത്താണ്. അവര് ഇതിനു വേണ്ടി എന്ന് വെച്ചാൽ തർക്കിക്കാനാണെങ്കിലും അവർക്ക് നോളേജ് ഉണ്ട്, അത്യാവശ്യം നല്ല നോളേജ് ഉണ്ട്. പിന്നെ ഫുട്ബോളിനെ ഫുട്ബോളായിട്ടാണ് അവർ കാണുന്നത്, അല്ലാതെ വേറെ ഒന്നുമായിട്ടല്ല. മറ്റേ ബിസിനസ് അങ്ങനെയല്ല. അവര് ഫുട്ബോളിനെ ഫുട്ബോളായിട്ടാണ് കാണുന്നത്. അവിടെയാണ് അവരുടെ വിജയം. ഇപ്പൊ വേറെ കുറെ സ്ഥലങ്ങളിലാണെങ്കിലും അവര് കൂടുതലും ഫുട്ബോളിനെ പണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു പ്രവണതയൊക്കെ ഉണ്ട്. ഇവർക്ക് അങ്ങനെയല്ല. ഇവർക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ്, അത് പ്യൂറായിട്ടുള്ള ഒരു സംഭവമാണ്. അതാണ് എനിക്ക് മലപ്പുറംകാരിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി. ഇനി എന്റർടൈൻമെന്റ് കണ്ടന്റ് ഇനിയിപ്പോ വേൾഡ് കപ്പ് കഴിയുമ്പോ സ്റ്റാർട്ട് ചെയ്യോ? അതിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോ ഇത് പിന്നെ ഡബ്ബാണ്, ഫുട്ബോൾ ഡയലോഗ് പഠിക്കാൻ പറയാ. മറ്റേന്ന് പറയുമ്പോ ചേച്ചി വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളേ. പറഞ്ഞു മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലേ? ഞാനാണ് അന്ന് സാരി കൊടുത്തിട്ട് ഇവൻ വന്നിട്ടില്ലെന്ന്. ഇല്ല, ഇവരുണ്ട്. പക്ഷെ ആ സമയത്ത് ആ വീഡിയോ ഉണ്ടായില്ല. ഇവര് രണ്ടുപേരും മരിച്ചോണ വീഡിയോയിലുള്ള അതൊക്കെ ഞാനൊന്ന് കയറുന്നതാണ്. ഞാൻ എന്റെ മനസ്സിൽ അങ്ങനെ കുറെ വീഡിയോകളുണ്ട്. ഞാൻ ഇപ്പോഴും ചെയ്യാത്ത കുറെ വീഡിയോകളുണ്ട് അങ്ങനത്തെ. അതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അത് നേരെ കോമഡിയിലോട്ട് പിടിച്ച് കഴിഞ്ഞ് പിന്നെ തിരിച്ച് ഇതിലോട്ട് വന്നില്ല. ഏത് കോമഡി കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കോമഡി ഒക്കെ ചെയ്യുമ്പോ ഇവരെ ഫോർ എന്റർടൈൻമെന്റ്സ് എന്ന് പറയുന്ന ആ പേജ് ഒന്ന് കേറി നോക്കണം. ഇവൻ ചുമ്മാ മിണ്ടാതിരിക്കുകയാണെങ്കിലും എങ്കിൽ എന്റെ ഇടയിലെടുത്ത് കട്ട് ചെയ്ത് കയറ്റാൻ വേണ്ടിട്ടാണ്. മറ്റെന്തെന്നാ കോഴിക്കോട് ചൂടിന്റെ സാധനല്ലേ ആ വീഡിയോ ഇപ്പൊ നല്ലോണം. ഇവരുടെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വിചാരിക്കുന്ന ലെവലിലുള്ള കോമഡി അല്ല, ഇവരെ വായേന്ന് വരുന്നതും നമ്മൾ വിചാരിക്കുന്ന ലെവലിലുള്ള കാര്യങ്ങളായിരിക്കും.
ഇനി എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ? എന്തായാലും ഈ കണ്ടന്റ് ക്രിയേഷൻ ഇതൊക്കെ നമ്മൾ തുടങ്ങുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഇല്ലേ? അതിനെന്തിനെങ്കിലും വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഓഡീഷൻ വരില്ലേ? അതിന് നമ്മളെ മറ്റേ കൃഷ്ണന്റെ വീഡിയോ ഒക്കെ ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ട്. മറ്റേ കൊടുത്തിട്ടുണ്ട്, മെയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റേ റിപ്ലൈ ഓട്ടോ റിപ്ലൈ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വാഴയുടെ കഴിച്ചിട്ടുണ്ടായി. പോയിട്ടുണ്ടായി മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റ് വിളിക്കുമല്ലേ, അത് പോയിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ കൊറേ, പക്ഷേ അതിന് പോയി കഴിഞ്ഞാൽ കുറച്ച് അവരുടെ അടുത്ത് നമുക്ക് പേയ്മെന്റ് കിട്ടും. പക്ഷെ കുറെ ആളുടെ ഇടയിൽ നിന്നിട്ട് നമ്മളെ ഇതാവില്ല. പേയ്മെന്റ് കിട്ടും, പക്ഷെ നമുക്ക് അപ്പൊ നമ്മുടെ ഇവിടെ വീട് എടുക്കണം. അതിന്റെ കൺസിസ്റ്റൻസി വീട് നടക്കൂല. ഇപ്പൊ ശരിക്കും ഇപ്പൊ വാഴാറ്റു ഒക്കെ വന്നപ്പം ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു അത് കണ്ടപ്പോ. അവരൊക്കെ ആശ്രയ ടീമിൽ കയറുന്ന വീട് കയറുന്നത്. ഫുട്ബോളിന്റെ എല്ലാത്തിനും തുടക്കം ടിക്ടോക്കാ. ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ വേൾഡ് കപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടെ കേരളത്തിൽ തരംഗാവാൻ പോണത് ബിഗ് ബോസ് ആയിരിക്കും. ബിഗ് ബോസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതൊരു ഞാൻ കാണാറില്ല. ബിഗ് ബോസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അധ്യയനം ചെയ്തില്ല, നല്ല ചെയ്തതൊക്കെ മറ്റേതൊക്കെ ചെയ്തില്ല. ബിഗ് ബോസ് ഞാനും അധികം കാണാറില്ല, ഞാൻ ഫോക്കസ് ചെയ്ത് കാണാറില്ല. ഇടക്ക് കാണാറുണ്ട്, അല്ലാതെ സ്ഥിരമായിട്ട്. വീട്ടിലെ അനിയത്തി കാണാറുണ്ട് സ്ഥിരമായിട്ട്. കൊറേ പേര് ഞാൻ കഴിഞ്ഞ സീസൺ ഫുള്ള് കണ്ടായിരുന്നു. നീ ബിഗ് ബോസ് കാണാറുണ്ടോ? വീട്ടിൽ വെക്കുവോ ബിഗ് ബോസ്? ഇനിയിപ്പോ ബിഗ് ബോസ് വരുന്ന കുറേ സാധാരണക്കാർക്ക് അയക്കാന്ന് പറഞ്ഞിട്ട്, അപ്പം നിങ്ങൾ ആ സാധാരണക്കാരിലൊന്നും പെട്ടില്ല? അങ്ങനെയല്ല, ഞാൻ എന്റെ ഒരു ഇത് വെച്ചാൽ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ്. നമ്മൾക്ക് നമ്മളിൽ വിശ്വാസം വന്ന് കഴിവ് വന്നു കഴിയുമ്പോ ആണ് നമ്മളത് ഞാൻ അങ്ങനെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ തെളിയിക്കുക, അല്ലെങ്കിൽ എന്താണ്, നമ്മളത് കൂടുതൽ ചെയ്ത് നമുക്ക് തോന്നും എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാനതാണ്, നമുക്കൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സിനിമ എന്നുള്ളതൊക്കെ ഒരു ലക്ഷ്യം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവണം. ആ ഐഡന്റിറ്റിയിലൂടെ ആയിരിക്കണം നമുക്ക് ഈ സിനിമയിലോട്ട് വരുന്നുണ്ട്. ആഷിർ എന്നൊക്കെ പറഞ്ഞ അവരൊക്കെ അങ്ങനെയാണ്, അവരെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തവരാ. ആ ഐഡന്റിറ്റിയാണ് നമ്മള് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അതിന് നമ്മൾ വർക്ക് ചെയ്യുക. അങ്ങനെ വർക്ക് ചെയ്ത് ഒരു സമയത്തും, ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റീസ് വരും. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. എടാ, നിനക്ക് സിനിമയിലൊക്കെ അഭിനയിക്കണം എന്ന് ആഗ്രഹം? പിന്നെ അവനൊക്കെ നല്ല ആഗ്രഹമല്ലേ. അല്ല, കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലടാ എപ്പോഴാണ് നമുക്ക് സിനിമ അല്ല, ഇപ്പം മുൻപത്തേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോ നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വലിയൊരു ഭാഗ്യമാണ്. കാരണം ഇതിനു മുൻപുള്ളവർ ഇപ്പം സിനിമയിലൊക്കെ ഭയങ്കര സജീവമായിട്ട് നിൽക്കുന്നവരാണെങ്കിലും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്ന് കയറുന്നു, അങ്ങനെ ഒരു ചേഞ്ച് വന്നു. ഒരു ഫോണുണ്ട്, അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു ഫോൺ കയ്യിലുണ്ട്, ഒന്നും ചെയ്യാൻ നാണമില്ല, കഴിവുണ്ടെങ്കിൽ. പക്ഷെ ചിലപ്പോ കഴിവ് വേണ്ട, ചില അവസരങ്ങളിൽ കഴിവ് ഇല്ല. കഴിവ് അല്ല, ഞാനിപ്പൊ മാറ്റിത്തരാം, ഇപ്പൊ ട്രാക്ക് മാറ്റിത്തരാം. കഴിവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്ത് ഈ കഴിവിലോ കഴിവുകേടിലോ ഇതൊന്നും അല്ലാത്തൊരു പ്രത്യേകതരം യൂണിവേഴ്സ് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. പറ, ഏതാ? കണ്ട ചോദ്യം PSC ക്വസ്റ്റ്യൻ പോലെ പോയില്ല. ഇപ്പൊ കറക്റ്റ് ചോദ്യം ചോദിച്ചപ്പോ ഉത്തരവ് വന്ന്. അതിനിപ്പൊ തന്നെ ഉദാഹരണമുള്ള. പക്ഷെ അങ്ങനെ മറ്റേ മനോജ, പുള്ളി ഇപ്പൊ വേൾഡ് കപ്പ് ആയിട്ട് പുള്ളിയുടെ സോങ്സ് ഒക്കെ ഒരു രക്ഷയില്ല, ട്രെൻഡിങ് അല്ലേ. മറ്റേ പക്ഷെ പുള്ളി അത് യൂസ് ചെയ്തു വേൾഡ് കപ്പിന്. അങ്ങനെ സംഭവമാണ്. പിന്നെ ഇതിൽ വേറെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ
എന്താണ് വീഡിയോ ചെയ്യണതിന് അങ്ങനെ പ്രശ്നമില്ല. ആർക്കും ഇപ്പൊ എനിക്ക് ചെയ്യണത് തോന്നുമ്പോ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഒരു പാറ്റേൺ ആണ്. പക്ഷെ ഇത് ആളുകളോട് ഇൻസ്പയർ ആവുന്ന രീതിയിൽ അതാണ് ഇപ്പൊ ചെറിയ പിള്ളേരൊക്കെ കാണുന്നത്. അപ്പൊ കോമാളിത്തരം അല്ല ഇങ്ങനെ കാണിച്ചാലും എനിക്ക് ഫേമസ് ആവുന്നുള്ള രീതിയിൽ അങ്ങനെ ആവാതിരിക്കുക. ഇപ്പൊ അതിനതായിട്ട് കാണുക. ഇപ്പൊ പുള്ളിനെ എന്റർടൈൻമെന്റ് പുള്ളി അങ്ങനെ കാണിക്കുന്നു, നമ്മൾ എന്റർടൈൻ അത്ര വിചാരിക്കും. ബ്രസീലിന്റെ ജേഴ്സി എന്റർടൈൻമെന്റ് രീതിയിൽ കാണുക. നമ്മളെ പിള്ളേര് കണ്ടിട്ടേ ഒന്നുകൂടെ പറഞ്ഞേ ഡയലോഗ് ഒന്നുകൂടെ പറ. കാട്ടിലാരുണ്ടാവും കുറുക്കനുണ്ടാവും, പക്ഷെ കാട്ടിൽ ക്രിസ്ത്യാനോ അതാണ് പുള്ളിയൊക്കെ വേറെ ടൈപ്പ് ഇതാണ്, വേറെ യൂണിവേഴ്സ് ആണ്. പക്ഷെ പുള്ളിക്കും സോഷ്യൽ മീഡിയ കല്യാണത്തിന്റെ പരിപാടിക്ക് എല്ലാ പരിപാടിയും പുള്ളിനെ നമ്മളിങ്ങനെ പറയുന്നുള്ളൂ. പുള്ളിക്കും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ അറിയാന്നുള്ളതാണ്. പുള്ളി ആളുകളെ എക്സ്പെക്ട് ചെയ്യുന്നു വെച്ചാൽ പുള്ളിക്ക് എന്താണ് കഴിവ് എന്ന് വെച്ചാൽ ആ പുള്ളിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് പുള്ളി അത് ചെയ്യുന്നു, നമ്മളത് കാണുന്നു. പുള്ളി എനിക്ക് ശരിക്കും ഇങ്ങനെ ഒരു യൂണിവേഴ്സും കാര്യങ്ങളും വരെയൊക്കെ കണ്ടപ്പോ എനിക്ക് ശരിക്കും തോന്നി എന്താണെന്നറിയോ, ഇതിന്റെ തുടക്കം കുറിച്ച് ആരാണെന്ന് പറയാൻ പറ്റുമോ? ആർട്ടാണ്? അല്ല, സന്തോഷ് പണ്ഡിത. സോഷ്യൽ മീഡിയ അത്രയും ഇതല്ലാത്ത സമയത്ത് ഇങ്ങനൊരു കാര്യത്തിന് തുടക്കം കുറിച്ച സന്തോഷ് പണ്ഡിറ്റ്. അല്ല പുള്ളി സന്തോഷ് പണ്ഡിറ്റ് ഫാൻസ് ക്ലബ് അല്ല ഇതെന്ന് വെച്ചാ പുള്ളിക്കത് പുള്ളി ഇങ്ങനെ ആവുമെന്ന് ചിന്തിച്ചിട്ടാണ് പുള്ളി ചെയ്യണത്. മനസ്സിലായി? ആൾക്കാർ ഇങ്ങനെ എടുക്കാം. പുള്ളി ആ സമയത്ത് ചിന്തിച്ച് ചെയ്തു. അതൊരു നല്ല കാര്യം. നമ്മളാരും ഒരാളും ചിന്തിച്ചില്ല അങ്ങനെ ഒരു കാര്യം. പുള്ളി ചിന്തിച്ചു, പുള്ളിക്ക് പൈസ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടാക്കി പുള്ളിനെ ആരെങ്കിലും അറിയാമായിരുന്നു? ഒരാളറിയില്ലായിരുന്നു. എന്തോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ അങ്ങനെ എന്തോ ആയിരുന്നില്ല പുള്ളി, അങ്ങനെ എന്തോ ആയിരുന്നു. പുള്ളിനെ ഒരാളറിയൂല. പുള്ളി അത് ചെയ്ത് കഴിഞ്ഞപ്പോ ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് എന്നുള്ള പേരില് പുള്ളി അറിയപ്പെടുന്നത് ഈ ലോകത്തുള്ള എല്ലാവരും അറിയാൻ തുടങ്ങി. അതായിരിക്കും പുള്ളി വിചാരിച്ചത്. പുള്ളി അത് സക്സസ് ആയിട്ട് ചെയ്യുകയും ചെയ്തു. ചേട്ടൻ എങ്ങനെ അറിയപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് അങ്ങനെ അറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനല്ല നെഗറ്റീവ് പറഞ്ഞ അറിയപ്പെടേണ്ട മാനസികാവസ്ഥയുണ്ട്. അല്ലാതെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളുടെ പേരിൽ അറിയപ്പെടണമെന്ന് വെച്ചാൽ എനിക്കുള്ള ആഗ്രഹം എന്താണെന്നറിയോ, എനിക്ക് എന്റെ പേര് കാവ്യ ശ്രീനിവാസ്. ഈ ഒരു പേരെന്റെ എനിക്കൊരു USB ഉണ്ടാക്കി എന്റെ മെയിൻ കാവ്യ ശ്രീനിവാസ് എന്ന് പറയണം. ഇതാണ് എന്റെ ആഗ്രഹം. അതാണ് ഞാൻ ചോദിച്ചത്, ചേട്ടൻ എങ്ങനെ അറിയപ്പെടുന്നു? എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എഴുത്താണ് ഇഷ്ടം. അപ്പൊ എഴുത്തുകാരനാണെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ എന്ന് വെച്ചാൽ എഴുത്താണെന്ന് ഉദ്ദേശിച്ച് നമ്മുടെ സ്ക്രീൻ പ്ലേ അങ്ങനെ അറിയപ്പെടുന്ന എനിക്ക് അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ വന്ന് പെട്ടതാ എല്ലാത്തിലോട്ടും. ഞാൻ ആദ്യം അഭിനയിക്കൂലായിരുന്നു. ഞാൻ ഇവരെ ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരുന്നു. പിന്നെ ഞാൻ അതിലോട്ടും എനിക്ക് പിന്നെ ആളില്ലാന്ന് കണ്ടപ്പോ ഇതിലോട്ടും ചെയ്യാന്നുള്ള രീതിയിലായി. അങ്ങനെ അപ്പൊ ഈ ട്രാക്കിലോട്ട് വന്നതാ. അല്ലാതെ എനിക്ക് കോമഡി ഒന്നും ഫസ്റ്റൊക്കെ വന്നാ അറിയാം. ഞാൻ കോമഡി ഒന്നും എനിക്കൊന്നും നിനക്കോ? എനിക്കിപ്പോ ഞാൻ മറ്റേ വ്ളോഗുകളല്ല, വ്ളോഗല്ല, ഒരു റീൽസ് സൺലൈറ്റ് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരാളാണ്. എന്തെന്നാ പേരെന്ന് മര്യാദക്ക് പറ. സൂര്യപ്രകാശ് വ്ളോഗ്സ് എന്നാണ് പേര്. പേര് മാറ്റി സൂര്യപ്രകാശ് നേരെ ഇംഗ്ലീഷിലോട്ടാക്കി. സൺലൈറ്റ് ഹിയർ. ഇപ്പോഴാണ് അതിന്റെ പേരിന്റെ അർത്ഥം നീ കണ്ടുപിടിച്ചില്ല? എന്നെ പണ്ട് വീട്ടിനടുത്ത് ചേട്ടന്മാരെ യൂണിക്കായി നിൽക്കണോന്ന് വെച്ച് കുറച്ച് ഞാനും അത് ഇപ്പോഴറിഞ്ഞത്. ഞാൻ കണ്ടില്ല പേര് മാറ്റിയത്. അല്ല അങ്ങനെ നിൽക്കണം. അത് നല്ല രസം തോന്നി. നീ അങ്ങനെ എന്തെങ്കിലും ഗോവിന്ദ് കൃഷ്ണ എന്ന് പറയുമ്പോ എന്തായിരിക്കും?
അയ്യോ അതാ പേരിന്റെ പേരിന്റെ അർത്ഥമാണ് എന്തായിരിക്കും ഗോവിന്ദ എന്ന് പറഞ്ഞാൽ കൃഷ്ണ എന്നർത്ഥം. കൃഷ്ണൻ എന്നർത്ഥം. കൃഷ്ണ കൃഷ്ണ കൃഷ്ണൻ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറ എന്ന് എന്തുവാ നെയ്മ് എന്നാ ഇത് അല്ല എന്തായിരിക്കും എങ്ങനെ അറിയപ്പെടണം എന്നൊരാഗ്രഹമില്ലേ അങ്ങനെയല്ല തന്നെ. ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാനേ ജിമ്മിൽ പോവാറുണ്ട്. അപ്പൊ ജിമ്മിൽ ചെന്നപ്പോ ഞാൻ ചേട്ടൻ വർക്കൗട്ട് ചേട്ടൻ വർക്കൗട്ട് ചെയ്യുന്ന പുള്ളിയായിട്ടാണ് എനിക്ക് വർക്കൗട്ട് ചെയ്യണ്ട. അപ്പൊ ആ സൈഡിലൊരു പുള്ളി ലെഗിന് തടിക്കണ്ടേ. പുള്ളി എന്നിട്ട് പുള്ളി അപ്പൊ എന്നെ കണ്ടപ്പോ എടാ നിന്നെ എനിക്കറിയാം. അപ്പൊ ഞാൻ നമ്മ വേറെ പ്രതീക്ഷിക്കല്ലേ, ഞാൻ പറഞ്ഞു ഇവിടെ അടുത്തുള്ള പറയുന്നത് ഈ സൂര്യപ്രകാശം ഇപ്പൊ വീഡിയോ എടുക്കുന്നില്ലേ, സൂര്യപ്രകാശം വീഡിയോ അപ്പൊ എനിക്ക് തിരിച്ചറിഞ്ഞു തുടങ്ങി. അതാണ് തിരിച്ചറിയണം എനിക്ക് ഭയങ്കര ഇതുകൊണ്ട് ഞാൻ മറ്റേ ആലിലവിടേക്കായിരുന്നു പറവൂര്. അവിടെ നിന്നപ്പോൾ ഞാൻ ഒരു കൂട്ടുകാരൻ നിൽക്കണം. അപ്പൊ മെഡിക്കൽ ഷോപ്പിലേക്ക് പോയപ്പോ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ തന്നെ 3 പിള്ളേര് അപ്പൊ മരങ്ങനെ പറയുമ്പോ തിരിഞ്ഞു അന്നേരം ഭയങ്കര ഇത്രനാളും അങ്ങനെ ഉണ്ടായില്ല. പക്ഷെ ഇപ്പൊ നിലവില് ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. റീച്ച് ആയില്ലേ ചേച്ചി? എനിക്ക് വേറെ ആഗ്രഹമൊന്നുമില്ല. ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ഒരു സെൽഫി എടുത്തോട്ടെ ചെറിയ ആഗ്രഹം. നമുക്ക് പുറത്തുനിന്ന് സെൽഫി എടുക്കാം. ഇപ്പൊ തന്നെ ആഗ്രഹം നടത്തിയേക്കാം. ഇപ്പൊ ആൾക്കാർ അറിഞ്ഞു വേറെ സ്ഥലത്തല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു ഇമ്പാക്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ അല്ല ആദ്യം നമ്മള് വീഡിയോ എടുക്കുമ്പോ ആൾക്കാർ അങ്ങനെ ചോദിക്കണൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ്. രണ്ടാമത്തെ സെക്ഷനില് ഞാൻ മുമ്പൊക്കെ ഒറ്റക്കൊക്കെ വീഡിയോ എടുക്കും. ആൾക്കാർ ഇങ്ങനെ കാണിച്ചിട്ട് പോകും. 3ാം സെക്ഷൻ ആയപ്പോ വയസ്സായിട്ടുള്ള ചേച്ചിമാരൊക്കെ ആയപ്പോ മോനെ പൈസ ഇട്ടി തുടങ്ങിയ പിന്നെ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് സ്ലാങ് ആണ്. സ്ലാങ് പറവൂർക്കാരുടെ സ്ലാങ്. പക്ഷേ ഈ സ്ലാങ്ങില് വേറെ സംഭവമുണ്ട്. എന്നോട് മിക്കവരും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ പെട്ടെന്ന് മനസ്സിലാവൂലെന്ന് വെച്ചാ നമ്മളെ സ്പീഡ് കൂടുതലാണ്. നമ്മളവിടെ ചേട്ടന്മാരൊക്കെ പറയാറുണ്ട് ആ വീഡിയോ ഒക്കെ കൊള്ളാം, പക്ഷെ പെട്ടെന്ന് സ്പീഡ് കൂടുതലാണ്. ഇപ്പൊ കാരണം സ്പീഡ് കുറച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ സ്ലാങ് ഒന്നാമത് സ്പീഡ് ഉണ്ട്. അപ്പൊ ഈ സ്പീഡും കൂടി ഞങ്ങളുടെ ഡയലോഗ് പറയുമ്പോ ചിലപ്പോ ചേട്ടന്റെ ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്ന വീഡിയോസില് ഏതെങ്കിലും പെട്ടെന്ന് പറയാൻ പറ്റിയ എന്തെങ്കിലും സാധനം ഉണ്ടോ കയ്യില്? എന്തിട്ടാണ് എന്തെങ്കിലും വീഡിയോയില് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഡയലോഗ് കാര്യങ്ങളുണ്ടോ പെട്ടെന്ന് പറയാൻ പറ്റിയത്? ഡയലോഗ് അതെ ആക്ഷൻ വരുന്നുണ്ട്. ഡയലോഗ് പറയാന്ന് വെച്ചാ കൊറേ ഡയലോഗ് ഉണ്ട്. എന്തെങ്കിലും ഒരു സാധനം ആരുടെയെങ്കിലും നമ്മളെ മറ്റേ വീഡിയോ ഇല്ലേ, നമ്മളെ 3 പേരുള്ള വീഡിയോ ചേച്ചി അത് ഞാൻ ഇംഗ്ലീഷ് ആലുവയിൽ മറ്റേ കസിന്റെ വീട്ടിലൊക്കെ പോയിട്ട് ചേച്ചിയൊക്കെ ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞിട്ട് എല്ലാരും നോട്ട് ചെയ്ത് പിന്നെ അല്ല ഞാനേ നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടിട്ട് ഡയലോഗ് ചോദിച്ചത്, പക്ഷെ അത് നേരെ തിരിച്ചാണ്. അല്ല ഞാനേ അഖിലേട്ടന്റെ മറ്റേ ഈ കാലുമലക അഖിലേട്ടൻ ഇങ്ങനെ കാലുമേന ഉണ്ടാക്കി പിന്നെ മറ്റേത് അത് പക്ഷെ ഓർമ്മയില്ല. അത് പക്ഷെ ആ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനും ഇവനും കൂടെ ചെയ്തൊരു വീഡിയോ ഉണ്ട്, മറ്റേ അച്ഛനും മോനായിട്ട് വന്നിട്ട് മൂത്രമൊഴിക്കണൊക്കെ വന്നിട്ട്. അത് പക്ഷെ എനിക്ക് കേറില്ല, പക്ഷെ അത് ഐസ് വീഡിയോ വരുന്നു. മറ്റേ അച്ഛൻ വന്ന് മറ്റേ മൂത്രമൊക്കെ വെച്ചിട്ട് മറ്റേ ഐസ് വീഡിയോ വരുന്നു. അതിൽ ഡയലോഗ് ഉണ്ടായിരുന്നു എന്താണ്ടൊക്കെ. അതിൽ ഡയലോഗ് ഉണ്ട്. എന്തിനാണ് ഒരു ഡയലോഗ് ഇല്ലടാ മറ്റേ കഴിവേറി എന്നൊക്കെ പറഞ്ഞിട്ട്, അത് നൈസ് ഡയലോഗ് ആയിരുന്നു. ഇവരുടെ വീഡിയോയിലെ ഡയലോഗുകൾ നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് ബീപ്പ് സൗണ്ട് എന്ത് ഡയലോഗാണ്? ഒരു ഡയലോഗ് ഉണ്ടല്ല, നൈസ് ഡയലോഗ് ആയിരുന്നു. മറ്റേ മരം വെട്ടാൻ നിക്കണതിന്റെ എങ്ങനെ എന്താ പറയാ കുറച്ച് വൾഗറായിട്ടുള്ള വാക്കുകളൊക്കെ വന്നപ്പം ഇങ്ങനെ വീട്ടിൽ നിന്നൊന്നും പറഞ്ഞില്ലേ?
ആദ്യം നിങ്ങളൊക്കെ പിള്ളേരല്ലേ, ചേട്ടൻ പിന്നെ കുഴപ്പമില്ല, പോട്ടെ വിട്ട്. 20 അതല്ല അങ്ങനെ ആദ്യം വീട്ടില് അമ്മയൊക്കെ അമ്മക്ക് മനസ്സിലായി. അമ്മ ഇപ്പൊ എന്റെ വീഡിയോ വെച്ചിട്ടല്ല, അമ്മക്ക് മനസ്സിലായി എന്തെങ്കിലും തെറി പറഞ്ഞിട്ടായാലും രക്ഷപ്പെട്ടു. അങ്ങനല്ല, വീഡിയോക്ക് വേണ്ടി അവള് ചെയ്യണത്, പ്രശ്നമില്ല. വീഡിയോക്ക് വേണ്ടി മറ്റേ ഞാൻ കളങ്കാല അല്ല, പക്ഷെ നമ്മ അത്രയും വലിയ അല്ല അങ്ങനെയല്ല, ചെറിയ ചെറിയ വാക്കുകള്. ഇപ്പൊ ആളുകൾക്ക് അത് എന്റർടൈൻമെന്റ് ആവുമെന്നുള്ള രീതിയിലുള്ളത് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മളെ യൂസ് ചെയ്യുന്ന വീടില്ലേ, അത് എറിയാണെന്ന് നമുക്ക് തോന്നൂല. അങ്ങനെയാണ് അവിടെ വന്നത്. അല്ലാത്ത രീതിയിൽ നമ്മളത് ചെയ്യാറില്ല. ഇപ്പൊ ഈ ഇങ്ങനെ പറഞ്ഞ ഡയലോഗ് കഴിവരുന്ന പറഞ്ഞ ഡയലോഗ് ആണെങ്കിലും നമ്മളത് എൻജോയ് ചെയ്യുള്ളൂ. നമ്മളത് ആ സമയത്ത് അങ്ങനെ തോന്നൂല. അത് കുറെ പേര് അല്ല, ഈ പറഞ്ഞ ഡയലോഗ് എന്നോട് കുറെ പേര് പറയാറുണ്ട്. കോമഡിയാണുള്ളത്, അതൊക്കെ എന്റർടൈൻമെന്റ്. രാജേന്ദ്ര പ്രസാദിന് പറയാമെങ്കിൽ രാജേന്ദ്ര പ്രസാദ് അല്ലേ, അങ്ങും പറയാം. പിന്നെ മാത്രമല്ല പറവൂർ കൊടുങ്ങല്ലൂരിന് അടുത്തായിട്ടാ കിടക്കുന്നത്, അപ്പൊ തീർച്ചയായിട്ടും അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. കൊടുങ്ങല്ലൂര് പറവൂര് കൊടുങ്ങല്ലൂർ, അപ്പൊ ചെറുതായിട്ട് കാറ്റടിക്കുന്നുണ്ടോ? അത് വേറെ ജില്ലക്കാരൊന്ന്. ഇനി എന്താണ് ഭാവി പരിപാടികള്? കണ്ടന്റ് ക്രിയേഷൻ തന്നെ ഫോക്കസ് ചെയ്യണം കുറച്ചുകൂടി. ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇനിയിപ്പൊ മറ്റേ A4 ആ പേജ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യണം. ഇതിപ്പോ ഒരു ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ 2 പേജ് കൊണ്ട് നടക്കുമ്പോഴേ നമ്മള് ഫോക്കസ് ചെയ്തില്ലെങ്കിൽ പോവും. അപ്പൊ ഇത് ഫോക്കസ് ചെയ്ത് ഒരു ഇത് എത്തിക്കാന്ന് വിചാരിച്ചു. ഇത് പിന്നെ ഓക്കെ, പിന്നെ A4ലോട്ടും വീഡിയോസ് സ്ഥിരമായിട്ട് ചെയ്യണം. അപ്പോ ആ 2 പേജും അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഇങ്ങനെ സീരീസ് ഒക്കെ വരുന്നില്ലേ, അപ്പം ഇങ്ങനെ സീരീസിലേക്കൊക്കെ കിടക്കണം എന്നുണ്ടോ? അങ്ങനല്ല, ഞങ്ങൾ വെറുതെ ആ ടൈമില് വീടിനടുത്ത കൂട്ടുകാരന്മാരായിട്ട് എടുക്കാറുണ്ട്. ഇതുകൊണ്ട് തന്നെ പിന്നെ PSC പോയി തുടങ്ങിയപ്പോ അത് നിലച്ചു പോയി. നീ PSC ക്ക് പോകുന്നല്ലേ? മറ്റേന്ന് പറയുമ്പോ എന്റെ അക്കൗണ്ട് എടുക്കണോ ഞാൻ തന്നെ എഴുതണം, ഞാൻ തന്നെ കിട്ടണം, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം. PSC അല്ലേ കാര്യം ഞാൻ അതിനായിട്ട് തുടങ്ങി. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ പേര് ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിമിനൊക്കെ ആയിട്ട് സമീപിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. അത് ഇതിലൊരു ഇതാണ്. ഇപ്പൊ ഷോർട്ട് ഫിലിം കുറച്ച് പേരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ പിന്നെ അതുകൂടാതെ തന്നെ നമ്മളെ ആകാശിന്റെ ഒരു സീരീസ് ഉണ്ട്, അത് ഞങ്ങളോട് ചെയ്യാൻ അങ്ങനെ കണക്ഷൻ ആയിട്ട് കിട്ടി ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അത് ഇതിലുള്ളൊരു ഇതാണ്. നമ്മളെ കണക്ട് ചെയ്ത് നമ്മളുടെ ഒരു സാധനം ചെയ്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതേ രൂപത്തിലുള്ളതോ അല്ലെങ്കിൽ അവർ ക്യാപ്റ്റ് ആവുന്നതാണെങ്കിൽ അവർ നമ്മളെ വിളിക്കും. അങ്ങനെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ആ ഒരു ലൊക്കാലിറ്റിയിൽ ഒത്തിരി വ്ളോഗേഴ്സ് ഉണ്ട്, ഒത്തിരി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഒത്തിരി. അത് അവിടെയാണ് നമുക്കൊരു യൂണിക്നെസ് കിട്ടിയത്. എന്ന് വെച്ചാൽ ഫുട്ബോൾ നമ്മൾ കേരളത്തിൽ തന്നെ വളരെ കുറച്ച് ആളുകളാ ചെയ്യുന്നുള്ളൂ. ചെയ്യുന്ന ആളുകളുണ്ട്, കുറച്ചാളുകളേ ഉള്ളൂ. കണ്ടന്റ് ക്രിയേഷൻ ഈ സാധാ കണ്ടന്റ് ക്രിയേഷൻ എന്ന് വെച്ചാൽ എന്താണ് ട്രോള് അങ്ങനത്തെ കാര്യങ്ങളില്ല. അത് കുറച്ചാളുകൾ ഒരു യൂണിക്കായിട്ട് ഒരു കൂടെ ഒരു 20 അത്രയൊക്കെ ചെയ്യണുള്ളൂ ഫോക്കസ് ചെയ്ത്. ബാക്കിയുള്ളവര് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് ഫുട്ബോളിനെ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ അന്നത്തെ കാര്യങ്ങൾ ഓൺ വോയിസ് പോലെ ചെയ്യാം. രണ്ടാണ്. അപ്പൊ ഇത് നമ്മൾക്ക് കുറവ് ആളുകൾ ഉള്ളൂ. അപ്പൊ നമ്മളെ എന്റർടൈൻമെന്റിനോടെ ആയതുകൊണ്ട് ആളുകൾ നമ്മളെ ഫോളോ ചെയ്യും. അങ്ങനെ ഒരു പാറ്റേൺ ഇതിലുണ്ടായിട്ടുണ്ട് ഫുട്ബോളിൽ. പിന്നെ ഇപ്പൊ വേൾഡ് കപ്പ് ആയതുകൊണ്ടാണ് കുറച്ചും കൂടി ഇത്. വേൾഡ് കപ്പ് ആയപ്പോ കുറെ ആളുകൾ ഇപ്പൊ സാധാരണക്കാരായ ആളുകളും ഫുട്ബോളിനെ എൻജോയ് ചെയ്യുമല്ലോ. അങ്ങനെയാണ് ഇത് ഇപ്പൊ അത്യാവശ്യം ഓഡിയൻസ് സ്ഥിരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആളുകൾ കുറെ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. പണ്ടൊന്നും അങ്ങനെ ഉണ്ടായി. ഇപ്പൊ അഭിപ്രായങ്ങളൊക്കെ കമന്റ് അല്ല, പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് കുറെ ചെറിയ പിള്ളേർ. അതാണ് പറഞ്ഞത്, മലപ്പുറത്തൊക്കെ കുറെ ആളുകളൊക്കെ ഇങ്ങോട്ട് മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട്. കൊള്ളാം, അങ്ങനെയാണ്, നന്നായിട്ടുണ്ട് വീഡിയോസ്, ഇനിയും ചെയ്യണം, ഇവരെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് റെക്കമെൻഡേഷൻ സജഷൻസ് ഒക്കെ വരാറുണ്ട്. എന്തായാലും നിങ്ങളുടെ കണ്ടന്റ് ക്രിയേഷനും
PSC പഠിത്തവും BCom പഠനവും വ്ളോഗറാവലും ഒക്കെ നടക്കട്ടെ. നിന്റെ പഠിത്തം അടിപൊളിയായിട്ട് പോട്ടെ. ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വലുതാകുമ്പോ അടിപൊളി നല്ലൊരു സെറ്റ് ആവാൻ പറ്റട്ടെ. അതാണ് ഞങ്ങളും പറയണത്. ഇവനൊക്കെയാണ് അവസരം. നമ്മളെക്കാളും കൂടുതൽ ഇപ്പൊ ഞാൻ ആദ്യം അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത് ഇവൻ. പക്ഷെ വേറൊരു കാര്യം പറയാനുണ്ട്. ഇവന്റെ അമ്മൂമ്മ പുള്ളിക്കാരി, ഞാൻ പറയട്ടെ, എനിക്ക് ഇത് തുടങ്ങിയപ്പോ എന്റെ ആദ്യം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നല്ല. നമ്മളൊരു പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ എപ്പോഴാണെങ്കിലും പുള്ളിക്കാരി കൊണ്ടുവരും. പുള്ളിക്കാരിനെ ഞാൻ എന്താണ് ഒരു വാല്യൂ ചെയ്യുന്ന ആളാ. എന്ന് വെച്ചാൽ പുള്ളിക്കാരിനോട് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സപ്പോർട്ട്. ആള് നമുക്ക് ഒരു സമയത്ത് വേണോന്ന് വെച്ചാൽ അപ്പം കൊണ്ടുവരും. അത് നല്ലൊരു എനിക്ക് സപ്പോർട്ടാ. ഒന്നും പറയില്ല എന്ന് വെച്ചാ ഞാനും വരാൻ തയ്യാറാണ്. എന്തായാലും അടിപൊളിയായിട്ട് പോട്ടെ. താങ്ക് യു വന്നതിന്. താങ്ക് യു. ഓക്കെ.